ഓഫീസിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 10-ലേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഡ്രൈവർമാർ, മറ്റുള്ള ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സന്തോഷ് എന്ന് പേരുള്ള ഒരാൾ ഒരു പോലീസാണ് എന്നാണ് പറയുന്നത്. 15 ലക്ഷത്തിന്റെ 3 ചെക്കുകൾ എഴുതി വാങ്ങി എന്നാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണോ? ഇവരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എഴുതി തന്നിരിക്കുന്ന ലെറ്റർ കോപ്പി ഞങ്ങളെ എടുത്ത് തന്നിട്ടില്ല. ചെക്കിന്റെ ഫോട്ടോ അവിടെ തരാൻ പറയും. ആ ഫോട്ടോ അവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ ചോദിച്ചു ഏത് ബാങ്കിലെ ചെക്കൻ പറഞ്ഞു. അതെ, അപ്പൊ ഇതിൽ ആളുകൾ ആളുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണോ എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല 15 രൂപ കാരണം നല്ല ഒറ്റക്കാരി കേൾക്കൂ. അതിന് പകരം അവർ വണ്ടിയിൽ നനയ്ക്കാൻ ഡ്രൈവർമാരെ തുറന്നു കിടക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ നീതി വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും പല കാര്യങ്ങളും ആൾക്കാർ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഒഴിച്ച് ഒന്നും ഉപയോഗിച്ചില്ല. ഇത്രയും ആൾക്കാർ ഇവിടുത്തെ സ്റ്റാഫുകളും അവർ വന്ന് ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ അവരൊരു ഫ്ലാറ്റിൽ വന്നു. എന്റെ മകൾ താമസിക്കുന്ന ഫ്ലാറ്റിലെ അസോസിയേഷൻ കോമൺ അവരെല്ലാം സംസാരിച്ചു. വീഡിയോ എടുത്തു. അവരവിടെ നിലവിൽ പോകുന്ന വീഡിയോ എല്ലാം ഞങ്ങളൊന്ന് പോലീസ് വഴി ചോദിച്ചാൽ ഇതിൽ എന്തെങ്കിലും ഒരു സംശയം എന്റെ മാത്രമേ എന്ത് ചോദ്യം ചോദിച്ചു ഞാൻ ഒരിടത്ത് പോയില്ല. രാത്രി കൊണ്ടുപോകും. ഞാൻ കുടുംബത്തിനെ കൊണ്ട് വിളിച്ചു മാറാൻ ഒന്നും താല്പര്യം. ആ വീഡിയോ ആണോ താങ്കൾ രാവിലെ പുറത്തുവിട്ടത്? കൃഷ്ണകുമാർ, അതായത് അവിടെ വന്നതിന് ശേഷം നിങ്ങൾ സംസാരിച്ച് പോകുന്ന വീഡിയോ ആണോ താങ്കൾ പുറത്തുവിട്ടത്? എല്ലാവരും വന്നത് അതായത് ഇപ്പോ ആ ഓഫീസിൽ വന്ന് നിങ്ങൾ സംസാരിച്ച് പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ആ വീഡിയോ ആണോ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ താങ്കൾ നൽകിയതും പോലീസിൽ നൽകിയതും? വന്ന് കളക്ട് ചെയ്തു. ഞങ്ങളോട് മാത്രമല്ല ഞങ്ങളുടെ ഈ ഓഫീസ് ആദ്യം മകളുടെ ഫ്ലാറ്റ് അവിടെ അവിടെ ചിന്തിച്ചു പോലീസ് കടകളിലെ ചിന്തിക്കുന്നത് എല്ലാ തവണ ഞങ്ങൾ കൊടുത്തു. ബാക്കി അവരെടുത്തു. ശരി, അപ്പൊ ഇതിൽ ഈ സന്തോഷ് എന്നൊക്കെ പേര് അവർ പറയുന്നത് പോലീസ് എന്ന് പറഞ്ഞൊരാൾ, പക്ഷെ അത് പോലീസുകാരനല്ല എന്ന് പറയുന്നു. അവരാണ് നിർബന്ധിച്ച് ചെക്ക് എഴുതി മേടിപ്പിച്ചത് എന്നൊക്കെ സന്തോഷ് എന്നൊക്കെ ഒരു പേരൊക്കെ അവരെടുത്ത് പറയുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഇവർക്ക് ഈ സ്ഥാപനത്തിൽ ഒന്ന് വയ്ക്കാമെന്ന് 1.5 വർഷമാണ്. എന്റെ ഓഫീസിൽ എല്ലാവരുടെയും ഡീറ്റെയിൽ കുട്ടികൾക്ക് അറിയാമോ. ഞങ്ങളുടെ ഡ്രൈവറിന്റെ പേര് അറിയാം. എല്ലാവരും അങ്ങോട്ട് അറിയാവുന്നതല്ല. അല്ലാതെ ഈ സന്തോഷമായത് എല്ലാവർക്കും അറിയാമോ. അതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മോഡൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ശേഷം അദ്ദേഹം സ്വന്തം ബിസിനസ് വന്നതാണ്. എന്റെ സ്ഥാപനത്തിൽ എന്തും പേര് വ്യക്തിയാണ്. അദ്ദേഹം പോലീസാണ് തോന്നി. നമ്മുടെ കൂടെ അവർക്ക് അത് പോലീസാണ് ഇതൊക്കെ ഈ ആരോപണങ്ങൾ എന്ത് വേണോ പറയട്ടെ. അവിടെ അവരെ പറഞ്ഞ് പഠിച്ചു അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത്. അതെ, കഴിഞ്ഞ കുറെ സമയമായി നമ്മൾ അവരെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് പറയാനുള്ളത് എന്തോ കൂടി കേൾക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. 2 വർഷവും കേട്ട് കൊടുക്കുക എന്നത് അവരെ കിട്ടുന്നതായോ കാണിക്കാം. ഒരു കാര്യം കൂടി കാണിച്ചേക്കാം. ഇവര് പറയുന്നുണ്ടല്ലോ അവരാണ് ആദ്യം പരാതി കൊടുത്തത്. അപ്പൊ അത് നമ്മൾ നോക്കിക്കൊടുക്കുന്നത് പോലീസിന്റെ സീറ്റാണ്. അതിന്റെ ഡേറ്റ് കൊടുക്കും. കേസിന്റെ നമ്പർ എല്ലാം ഓക്കെ. ഇത് കടമൊരു ഇതൊന്നും കാണിക്കാതെ പറയാൻ പറ്റില്ല. പക്ഷേ നിരന്തരം ആരോപണം വരുമ്പോഴത്തേക്ക് എനിക്ക് വിവരിക്കാനോ ഒന്ന് സംസാരിക്കാൻ എനിക്കിപ്പോഴും ഈ കുട്ടികൾക്കെതിരെ അവരെ പിടിച്ചകത്തിൽ ഒന്നുമല്ല നമ്മുടെ ആഗ്രഹം. അവർ ചെയ്യണം. അവർ പറഞ്ഞ പൈസ പകുതിയും കട്ടിയിൽ സംസാരിച്ചില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ നോക്കും ഗവൺമെന്റ് എടുക്കാൻ പറ്റുമോ, എത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാമോ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അവർ ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് അവിടെ നിന്ന് ആരോ ഇവർക്ക് തെറ്റായ ബുദ്ധിമുട്ട് നിങ്ങളുടെ കാര്യം നോക്കുന്നത് അവരുടെ സ്പേസിരിക്കുക. സോമാറ്റിനകത്ത് കുട്ടി വീട് വെച്ചിരിക്കുന്ന കാര്യം എല്ലാ തെളിവുകളും ഞാൻ ചെയ്തു.
വരുന്നതുവരെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. ആലോചിക്കും. എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആദ്യം ഭീഷണിപ്പെടുത്തിയത് ഈ രീതിയിലൊരു പെൺകുട്ടിയുടെ ഭർത്താവ് വിളിച്ച് ഏത് തരത്തിലേക്ക് ഭീഷണിയായിരുന്നു എന്നാണ് ശോഭ? ഏത് തരത്തിൽ ഒറ്റ കാര്യം ആലോചിക്കുക. നമ്മൾ രാത്രി 10-11 സമയം കൃത്യമാണ്. ആ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ എടുത്ത് വിളിച്ചിട്ട് ഈ പരാതിയിൽ പിന്മാറണം മറ്റൊന്ന് പറയുന്നത് അതിനൊരു ഭീഷണിയില്ല. അതിനെ ഇന്ന തെറി വിളിക്കുന്നത് ഇന്നത് വിളിക്കണമെന്നല്ല. രാത്രി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ചെയ്യല്ല. ആലോചിക്കും. നിങ്ങൾ രാത്രി ജോലിയിലേക്ക് പോയി വീട്ടിൽ ഒരു ആദ്യം കുറേ ഫോണിലേക്ക് വേറെ നമ്പറിൽ വിളിച്ചത് എന്തെങ്കിലും ഒരു കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഗർഭിണിയില്ലേ? ഒരു സ്ത്രീക്ക് അത് ഭയമാർന്ന കാര്യമില്ല. രാത്രി തീർച്ചയായും ചെറിയ ഇടവേള എടുക്കുന്നു. അതായത് പറഞ്ഞില്ല. കാരണം ഇതിനകത്ത് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നാൽ നമുക്കറിയാം. അല്ല, ഞാനിത് പറഞ്ഞത് കാരണം ശരിയാണ്. തീർത്തും ഇവരുടെ ഭാഗത്ത് ആരോപണങ്ങൾ മാത്രമുള്ളൂ. അതിപ്പോ ചാനലിലൊന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെടാതിരിക്കാം. കുറച്ച് ചെറിവാരിയൊക്കെ സാധിക്കും. അത് കാരണം ശരിയാണ്. സമൂഹത്തില് പൊതു രംഗത്ത് വന്നിട്ട് 36 കൊല്ലമായി ഞാനൊരു മ്യൂസിയമായിട്ട് ജീവിതം ആരംഭിച്ചത്. അതിനുശേഷം നടനാവുന്ന രാഷ്ട്രീയത്തിൽ വരുന്നു, മക്കള് ഇതിനകത്ത് നിൽക്കുന്നു, കാര്യം ഉൾപ്പെടെ. സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടിരിപ്പോൾ അതിനൊരു വിഷയമുണ്ടാകും. അത് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം അത് ഭയന്നിട്ടില്ല. അവരെ പ്രൊട്ടക്ട് ചെയ്ത് പോകാൻ കാര്യം ചെയ്യുന്നത് തീരട്ടെ. അവരെ പരാതി കൊടുത്തു, ഞങ്ങൾ ഗവൺമെന്റ് കൊടുത്തത്. ഞങ്ങൾ ആദ്യം പരാതി കൊടുത്തത്. കാരണം അതിനും അവരാണ് കാരണക്കാർ. ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്താണ് താങ്കൾക്ക് ഒരു ആക്ഷേപമുണ്ടല്ലോ? പോലീസ് ഇതിനെ ഈ പരാതി തട്ടിക്കൊണ്ടുപോകുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ല വകുപ്പുകാർ കേസെടുത്തിരിക്കുകയാണ്. അവധി ദിനങ്ങൾ നോക്കി അങ്ങനെ പോലീസിനെതിരായ താങ്കളുടെ ആക്ഷേപം എന്താണ്? ഞാൻ അതിലേക്ക് വരും. ഒരു ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം അതിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ. ഹൃദയയുടെ കരങ്ങൾ ശക്തപ്പെട്ട് ജീവിതം കണ്ണീരായി മാറിയവരുടെ നേതൃത്വം മഹാലക്ഷ്മി ഇന്ന് 8:30 പഠിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് ഇനി അവിടെ ചെയ്യാനും അന്വേഷണ കാര്യങ്ങൾ ശരിയാക്കാനും താല്പര്യമുള്ള കൂടെ ഡ്രോപ്പ് ചെയ്യാമോ? ഇത് സംഭവിച്ച നിങ്ങളുടെ ജീവിതം എല്ലാവരും അതെ, ഒരു നല്ല ഇൻഷുറൻസ് പോളിസി ഇങ്ങനെ ചോദിക്കാം. ഏതാണ് പ്രീമിയം പേയ്മെന്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് ടൈം ഇൻകം തരുന്ന ഒരു ഏത് പോളിസിയാണ് സ്മോൾ ലൈഫ് ഇൻഷുറൻസ് കവറും നൽകുന്നത്? എങ്കിൽ പിന്നെ LICയുടെ ജീവനോത്സവം പോളിസി തന്നെ എടുക്കാം.